ഹലോ എവ്രി വൺ. ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് CPO സ്ട്രാറ്റജിയാണ്. ഓക്കെ, ഇതിൽ മിഷൻ 8 എന്നൊക്കെ എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്കൊക്കെ വരാം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് വീഡിയോ നോക്കാൻ പോകുന്ന ഒരു CPO എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. ഓക്കെ, സോ എന്റെ പേര് കിരൺ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഓക്കെ, ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, @കിരൺ സ്റ്റഡി സർക്കിൾ. ഈ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. ഇതിലാണ് നമ്മൾ CPO സെയിൽസ് അസിസ്റ്റന്റ് 10th മെയിൻസ് എന്നുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ക്ലാസ്സും ലിങ്ക്സും PDF എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ഇതിന്റെ സിലബസ് നോക്കാം. സോ ഞങ്ങൾ സിലബസ് ഒക്കെ നോക്കിയിട്ട് അടിപൊളിയായിട്ട് പഠിച്ച് ഇരിക്കുന്ന സമയമാണ്. ഇപ്പൊ വന്നിട്ട് വീണ്ടും സിലബസിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല, സമ്മതിച്ചു. ഓക്കെ, അത് നമുക്ക് ഹിസ്റ്ററിക്ക് 5 മാർക്കാണുള്ളത്. എന്തായാലും പറയുന്ന കേക്ക്. ഓക്കെ, അതില് കേരള ഹിസ്റ്ററി, കേരളം, യൂറോപ്യന്മാരുടെ വരവ്, സംഭാവന, തിരുവിതാംകൂറിന്റെ ചരിത്രം, സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്ന് വെച്ചാൽ ശ്രീനാരായണ ഗുരു തൊട്ട് XYZ എന്താ നവോത്ഥാന നായകന്മാർ, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനം, കേരള ചരിത്രത്തിന്റെ സാഹിത്യ സ്രോതസ്, ഐക്യ കേരള പ്രസ്ഥാനം, 1956 ശേഷമുള്ള കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രം, ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 1 മാർക്കോ അല്ലെങ്കിൽ ഒരു 2 മാർക്കോ കിട്ടും. ഓക്കെ, അതേപോലെ ഇന്ത്യ അവിടെ ബ്രിട്ടീഷ് ആധിപത്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, സ്വദേശി, സാമൂഹ്യ പ്രസ്ഥാനം, വർത്തമാന പത്രങ്ങൾ, സ്വാതന്ത്ര്യ സമരകാലത്ത് സാഹിത്യം, കല, മഹാത്മാഗാന്ധി, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം, ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖല പുരോഗതി, വിദേശ നയം, ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഒരു 2 മാർക്ക് കിട്ടും. ഓക്കെ, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച്, റഷ്യൻ, ചൈനീസ് വിപ്ലവം, രണ്ടാം ലോക മഹായുദ്ധ, രാഷ്ട്രീയ ചരിത്രം, ഐക്യരാഷ്ട്ര സംഘടന, മൊത്തം അന്താരാഷ്ട്ര സംഘടനകൾ, ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ 1 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര മാർക്കായി? 5 മാർക്ക്. എന്റെ ചോദ്യം, ഇത് ഒരു PSC പഠിക്കുന്ന ഒരാൾക്ക്, ഓക്കെ ഒരു സെക്കൻഡ് സ്റ്റക്ക് ആയത്, ഒരു PSC പഠിക്കുന്ന ഒരാൾക്ക് ഇത് പഠിക്കാൻ തന്നെ ഒരുപാട് സമയം എടുക്കില്ലേ? ഒരുപാട് സമയം വേണമല്ലോ ആക്ച്വലി. ഓക്കെ, ശരിയല്ലേ? അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഏകദേശം 6-7 മാസം പഠിക്കാനുള്ള ടോപ്പിക് ഇതിൽ തന്നെ ഉണ്ട്. ഓക്കെ, ഡീറ്റെയിൽ ആയി പഠിക്കുന്ന ഈ പുതിയ കാലഘട്ടത്തിൽ. അപ്പൊ ഇത് ആകെ പഠിച്ച് 5 മാർക്ക് കിട്ടുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മളൊരു PSC എക്സാം പാസ്സാവുക എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്ട്രാറ്റജി ഉണ്ടാകുന്നത്. ഇത്രയും കാര്യം ഓക്കെ അല്ല? ഇത്രയും കാര്യം ഓക്കെയാണ്, ഫൈൻ. അതേപോലെയാണ് ഇവിടെ ഭൂമിശാസ്ത്രം ഉള്ളത്. ഭൂമിശാസ്ത്രത്തിന്റെ പ്രിൻസിപ്പിൾ എന്നുള്ളത് നമ്മൾ മർദ്ദം, കാറ്റ്, താപനില, ഇതെല്ലാം കൂടി പഠിച്ചു കഴിഞ്ഞാൽ എത്ര മാർക്ക് കിട്ടും? 1 അല്ലെങ്കിൽ 2 മാർക്ക് കിട്ടും. ഇന്ത്യൻ ജോഗ്രഫിയിൽ ഇതെല്ലാം ഉണ്ട്, ഇതെല്ലാം പഠിച്ച് 1-2 മാർക്ക് കിട്ടും. കേരള ജോഗ്രഫിയിൽ ഇതെല്ലാം ഉണ്ട്, ഇതെല്ലാം പഠിച്ച് 1-2 മാർക്ക് കിട്ടും. കാരണം ആകെ 5 മാർക്കേ ഉള്ളൂ. പണ്ടത്തെ പോലെ ഒന്നല്ലല്ലോ അവര് 10-15 മാർക്കൊന്നും ചോദിക്കാൻ വേണ്ടിയിട്ട്. കൃത്യമായിട്ട് ഓരോ സബ്ജക്റ്റൊന്നും ഇത്ര മാർക്ക് എന്ന് പറയുന്നുണ്ട്, സിലബസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ടോപ്പിക് ഒന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, ആ ക്വസ്റ്റ്യൻ പുതിയ രീതിയിൽ ചോദിക്കുക, പുതിയ ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നെല്ലാം അവർ ചെയ്യുന്നുണ്ട്. ഇത്രയും കാലത്തില് 2021 തൊട്ട് 2025 വരെ ഈ 4 വർഷത്തെ മാറ്റത്തിനിടയ്ക്ക് നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് എന്ത് ചെയ്യുന്നു നമ്മൾ വിചാരിക്കുന്നു. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ കേരള ഭരണവും സംവിധാനവും ഒരു 3 മാർക്ക് കിട്ടും. ഒരു 3 മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയി പഠിക്കേണ്ട ഒരുപാട് സബ്ജക്ട്സ് ഉണ്ട്, ഒരുപാട് കാര്യമുണ്ട്. ഭരണഘടനാ സ്ഥാപനം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ആക്ച്വലി? ഓക്കെ അല്ലെ? CAG ഇല്ലേ, AG ഇല്ലേ, പിന്നെന്താ UPSC സർവീസ്, സിവിൽ സർവീസ് ഇല്ലേ, അപ്പുറത്ത് അത് സംസ്ഥാന സിവിൽ സർവീസ് ആണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഇല്ലേ, കോർട്ടില്ലേ, പിന്നെന്താ ഹൈക്കോർട്ടില്ലേ ആക്ച്വലി. അതേപോലെ മറ്റൊരുപാട് സ്ഥാപനമില്ലേ, SC ST കമ്മീഷൻ ഇല്ല, OBC കമ്മീഷൻ ഇല്ല, ഒരുപാട് സംഭവമില്ല അവിടെ, വിവിധ കമ്മീഷൻ. ഇതൊക്കെ പഠിച്ചിട്ട് പോയി കഴിഞ്ഞിട്ട് ഒരു 3 മാർക്കിന് വേണ്ടി ഇതെല്ലാം പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് PSC പാസ്സാവുക എന്നുള്ള ഒരു സംഭവം നോക്കുകയാണെങ്കിൽ ഞാനൊരു 3 സബ്ജക്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലെ? 1 ജോഗ്രഫി, 2 ഹിസ്റ്ററി. ഹിസ്റ്ററിയിൽ കേരള ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, വേൾഡ് ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ, ജോഗ്രഫിയുടെ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതായത് നമ്മുടെ തത്വം, ഭൂമിയുടെ ഘടന, അന്തരീക്ഷം എല്ലാം പ്രിൻസിപ്പിൾസ് ആണ്. ആ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇന്ത്യൻ ജോഗ്രഫി ഉണ്ട്, കേരള ജോഗ്രഫി ഉണ്ട്, കേരള അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. ഇത് ഞാൻ എടുത്തിരിക്കുന്ന സബ്ജക്റ്റിന്റെ പേരാണ് ടു ലെങ്തി സബ്ജക്ട്. എന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് സമയം നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. എന്നിട്ട് നമുക്ക് ആകെ കിട്ടുന്നത്, മാക്സിമം കിട്ടുന്നത് 3, 5, 13 മാർക്കാണ്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ 13-ലെ 8 മാർക്കാണ്. അത് ഞാൻ എങ്ങനെയാ തരാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കുറച്ച് ഞാൻ ടോപ്പിക്സ് തരും. അത് നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാകും. ആ ടൈം ടേബിളിൽ നിങ്ങൾക്ക് കുറച്ച് ടോപ്പിക്സ് ഉണ്ടാവും. ആ ടോപ്പിക് വൈസ് ആണ് എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഈ മൊത്തം നിങ്ങളെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല.
അതായത് മൊത്തം ഞങ്ങളെ കൊണ്ട് CPOക്കോ WCPOക്കോ ഈ മൊത്തം സബ്ജക്ട്സ് ഇത്രയും സബ്ജക്റ്റിൽ ഇത്രയും കാര്യങ്ങൾ മൊത്തമായിട്ട് ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടില്ല. ഓക്കെ, അല്ലാതെ നിങ്ങളെ കൊണ്ട് പഠിക്കാൻ വേണ്ടി ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് ഞാൻ കുറച്ച് ടോപ്പിക്സ് തരും. ആ ടോപ്പിക്കിന്റെ ഉള്ളിൽ നിന്ന് 13 ഒരു 8 മാർക്ക് നമ്മൾ എന്ത് ചെയ്യും സ്കോർ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഒരുപാട് സമയം എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ പഠിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയുള്ള സമയമാണ്. ഇത് ഒരുപാട് സമയം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആ സമയത്തിന് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യും. ഇനി എന്റെ ചോദ്യം, ഓക്കെ, എങ്ങനെയാണ് സാർ ഈ ടോപ്പിക് തരുന്നത് എന്നാണ് ചോദ്യം ഉണ്ടാവും. ഈ ടോപ്പിക്കിന് ഡീറ്റെയിൽ ആയി പഠിക്കേണ്ട ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ഊപ്പർസ്, അതായത് ബേസിക് ആയിട്ട് ഒരു പഴയ സിസ്റ്റത്തിൽ പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഞാൻ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. അത് എങ്ങനെയാ മനസ്സിലാക്കുന്നത്? ഒരു ഫാക്ട് എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ധാതുക്കളും അയിരുകളും എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്, ജോഗ്രഫിയിൽ ഉള്ളതാണ്. അതിൽ നമ്മൾ ഫാക്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ബേസിക് ആയ കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. കേരള സർക്കാരിന്റെ സാമൂഹിക പരിപാടികൾ, ഇവിടെ കേരള അഡ്മിനിസ്ട്രേഷനിൽ വരുന്നിട്ടുള്ള സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ, സാമൂഹ്യക്ഷേമം, സാമൂഹ്യ സുരക്ഷിതത്വം എന്ന് വരുന്ന ടോപ്പിക്കിൽ ആക്ച്വലി പഠിക്കാനുള്ള മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ സാമൂഹിക പരിപാടികളാണ്. ഇതൊരു ഫാക്ട് ആണ് എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ എന്തായിരിക്കണം? ഫാക്ട് ആയിരിക്കണം വരേണ്ടത്. നിങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെയാണ്? ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഒരു ടോപ്പിക് തരുന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്കിന് നേരെ ഫാക്ട് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ബേസിക് ആയ കാര്യമാണ് പഠിക്കേണ്ടത്. ആ ടോപ്പിക്കിന് നേരെ മാച്ച് ദ ഫോളോയിങ്, അതായത് ടൈം എന്താ പറയാ, രണ്ട് ചേരുമ്പടി ചേർക്കാന്ന് എഴുതിയിട്ടുണ്ട്. ചേരുമ്പടി ചേർക്കലിൽ വരുന്ന പ്രധാനപ്പെട്ട 2 ടോപ്പിക്കുകൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് സാമൂഹ്യ പരിഷ്കരണ സംഘടനകൾ, ഇന്ത്യൻ ചരിത്രത്തിലെ വാർത്താപത്രം. ഓക്കെ, ഇന്ത്യൻ ഹിസ്റ്ററി എന്നുള്ള 2 ടോപ്പിക്കാണ് പ്രധാനപ്പെട്ടത്. അപ്പൊ മാച്ച് ദ ഫോളോയിങ് ഞാൻ അതിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്താ? അതുമായി ബന്ധപ്പെട്ട എല്ലാ ഫാക്ടും. മുകളിൽ ഫാക്ട് ആണെങ്കിൽ ബേസിക് ആയ കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഇവിടെ എന്ത് ചെയ്യണം? എല്ലാ ഫാക്ടും പഠിക്കണം. ഇനി അടുത്തത് ഞാൻ തന്നു എന്ത്? ടൈം ലൈൻ. ടൈം ലൈൻ എന്ന് വെച്ചാൽ എന്താ? 4 വർഷം ഉണ്ടാവും, അതിന് ആരോഹണ അവരോഹണ ക്രമത്തിൽ എഴുതുക. അല്ലെങ്കിൽ 4 സംഭവം ഉണ്ടാവും, അതിന് ആരോഹണ അവരോഹണ ക്രമത്തിൽ എഴുതുക. അതിനെ നമ്മൾ എന്ത് വിളിക്കാൻ പോകുന്നത്? ടൈം ലൈൻ എന്ന് വിളിക്കാൻ പോകുന്നത്. അതിൽ ഞാനൊരു ടോപ്പിക് തന്നു. ടോപ്പിക്കിന്റെ പേര് എന്താ? ഗാന്ധിജി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം. ഫോർ എക്സാമ്പിൾ, ഗാന്ധിജിയുടെ 4 സമരമുണ്ട്. ആ സമരത്തിന്റെ ഓർഡറിൽ എഴുതുക. ഒന്നെങ്കിൽ ചെറിയ വലുതിലേക്ക് എഴുതുക, വലുതിന് ചെറുതിലേക്ക് എഴുതുക. ഇനി നിങ്ങൾ 2021 തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യുക? ഒന്ന് നോക്കി നോക്കാം. അതില് മെയിൻ ആയിട്ട് ഈ ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ഇതേപോലുള്ള ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. മാച്ച് ദ ഫോളോയിങ് ആണെങ്കിൽ മാച്ച് ദ ഫോളോയിങ് വന്നിട്ടുണ്ടാവും സാമൂഹ്യ പരിഷ്കരണ സംഘടനയിൽ. മാച്ച് ദ ഫോളോയിങ് ആണെങ്കിൽ വാർത്താപത്രത്തിൽ മാച്ച് ദ ഫോളോയിങ് വന്നിട്ടുണ്ടാവും. ഗാന്ധിജി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ എന്ത് വന്നിട്ടുണ്ടാവും? ടൈം ലൈൻ വന്നിട്ടുണ്ടാവും. അപ്പൊ ഏതാണ് ഡീറ്റെയിൽ ആയി പഠിക്കേണ്ടത്? ഞാൻ ഒരു ടോപ്പിക്കിന്റെ നേരെ സ്റ്റേറ്റ്മെന്റ് എന്ന് എഴുതിയിരിക്കുകയാണെങ്കിൽ, അതായത് ഭൂമിയുടെ ഘടന സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ് ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? അത് ഡീറ്റെയിൽ ആയി പഠിക്കണം. അതിന് നേരെ ഞാൻ സോഴ്സ് എഴുതിയിട്ടുണ്ടാവും. അത് SCERT PYQ എന്നാണ് പഠിക്കേണ്ടത്. അപ്പൊ ആ സോഴ്സ് എന്ത് ചെയ്യുക? സോഴ്സ് നോക്കിയിട്ട് ആ ഭാഗങ്ങൾ മാത്രം ഡീറ്റെയിൽ ആയി പഠിക്കുക. നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലും സ്ട്രാറ്റജി വീഡിയോസിലെല്ലാം 2025 നമുക്ക് 6 ടൈപ്പ് എന്തുണ്ട്? ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് അറിയാവുന്നതാണ്. ഏതെങ്കിലും ഒരു ടോപ്പിക്കിന്റെ നേരെ ഞാൻ 6 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്ന് എഴുതുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ടോപ്പിക് എന്ത് ചെയ്യണം? ആപ്ലിക്കേഷൻ ലെവലിലും ഡീറ്റെയിൽ ആയി പഠിക്കണം. അങ്ങനെ എഴുതുന്ന ടോപ്പിക്കുകളുടെ എണ്ണം കുറവായിരിക്കും. മെയിൻ ആയിട്ട് ഞാൻ 2 എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് ഭരണഘടനാ അസംബ്ലി, രണ്ടാമത്തെ നവസാമ്പത്തിക പരിഷ്കാരം. ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് SCERT ബുക്സ് ആണ്. ഓക്കെ, പിന്നെ PYQs ആണ്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അപ്പൊ ആ സംഭവം പഠിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ആപ്ലിക്കേഷൻ ലെവലിൽ പഠിക്കുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് ഞാൻ ടോപ്പിക് എഴുതി തരും. ഓക്കെ, എല്ലാ ടോപ്പിക്കും ഞാൻ തരാൻ പോകുന്നില്ല. ഓരോന്നും എന്ത് ചെയ്യും? ടോപ്പിക്കുകൾ എഴുതി തരും. ആ ടോപ്പിക്കുകൾ എന്ത് ചെയ്യുക? എഴുതിയിരിക്കുന്ന മോഡലിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നൊരു ഫാക്ട് ലെവൽ ക്വസ്റ്റ്യൻ ആയിരിക്കണം വരേണ്ടത്. ഞാൻ മാച്ച് ദ ഫോളോയിങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ മാച്ച് ദ ഫോളോയിങ് രീതിയിലായിരിക്കണം ക്വസ്റ്റ്യൻ വരേണ്ടത്. ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സ്റ്റേറ്റ്മെന്റ് ലെവലായിരിക്കണം ക്വസ്റ്റ്യൻ വരേണ്ടത്. 6 ടൈപ്പ് വരുന്നതാണെങ്കിൽ അത് ഏത് ടൈപ്പിൽ എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. അപ്പൊ ഞങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം കിട്ടി. എന്താണ്? സിലബസിന്റെ മൊത്തം ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. രണ്ടാമത്തെ, നമ്മൾ എന്താ ചെയ്യുന്നത്? തരുന്ന ടോപ്പിക്കിന് അത് ഫാക്ട് ആണോ, ടൈം ലൈൻ ആണോ, സ്റ്റേറ്റ്മെന്റ് ആണോ, അല്ല എന്താ 6 ലെവലും ഉള്ളതാണോ എന്ത് ചെയ്യും? നമ്മൾ എഴുതി വെക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? മുഴുവൻ സിലബസും കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് നമ്മുടെ ലക്ഷ്യമല്ല. നമ്മൾ പഞ്ചവത്സര പദ്ധതി അല്ല ചെയ്യുന്നത്. നമ്മൾ എന്താ റോളിംഗ് പ്ലാൻ ആണ്. ഈ വരുന്ന CPO നമ്മൾ എന്ത് ചെയ്യണം? ക്ലിയർ ചെയ്യണം. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ സംഭവം എന്ത് ചെയ്യും? നമ്മൾ ചെയ്യും. ഓക്കെ, എല്ലാ വിഷയങ്ങളും വിശദമായി പഠിക്കാൻ എന്ത് ചെയ്യില്ല നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഫാക്ട് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബേസിക് ആയിട്ട് പഠിക്കുള്ളൂ. സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഡീറ്റെയിലിൽ പഠിക്കും. അല്ല 6 ടൈപ്പ് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആക്ച്വലി എല്ലാ സാധനങ്ങളെയും ആപ്ലിക്കേഷൻ ലെവലിൽ പഠിക്കും. ഓക്കെ, ഇനി ഏറ്റവും വലിയ പ്രശ്നം, സാർ കറണ്ട് അഫയർ എന്താ ചെയ്യാം? നമ്മൾ വാർത്തകളിൽ നിന്നും ഒന്നും പഠിക്കാൻ പോകും. ഓക്കെ, നമുക്ക് വേണ്ടത് എന്താ? സിലബസ് അടിസ്ഥാനമാക്കിയുള്ള കറണ്ട് അഫയർ മാത്രം പഠിക്കും. ഇതിന്റെ പേരാണ് സ്മാർട്ട് വർക്ക്. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താ? സ്മാർട്ട് വർക്കാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ ഞാൻ തരാൻ പോകുന്നുണ്ട്. അതില് Day 4 ഉണ്ടായിരുന്നല്ലോ.
ഓക്കെ, സോറി, ഇതിൽ ഡേ 4 കൂടി ഉണ്ട്, ഞാൻ ആഡ് ചെയ്യാം. ഓക്കെ, ഡേ 1 കോർ സബ്ജക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്ററി, ജോഗ്രഫി, എന്താ കോൺസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെയുള്ള സബ്ജക്റ്റും അതിന്റെ കൂടെ മാത്സും ടൈം ടേബിളിൽ തന്നിട്ടുള്ള ടോപ്പിക്സ് മാത്രം. ഡേ 2 റാങ്ക് മേക്കിംഗ് സബ്ജക്ട്സും അതിന്റെ ടോപ്പിക്സ് ഏതൊക്കെയാണോ ടൈം ടേബിൾ എന്നുള്ള ടോപ്പിക്സ്. ഡേ 3 അതർ സബ്ജക്ട്സും ഇംഗ്ലീഷ് ആൻഡ് മലയാളം, ബാക്കിയുള്ള സബ്ജക്ട്. ഡേ 4 ഉണ്ടായിരുന്നു, ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, വന്നിട്ടില്ല. ഡേ 4 എന്തുള്ളത്? സ്പെഷ്യൽ ടോപ്പിക്സ് ഉള്ളത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഡേ 4 സ്പെഷ്യൽ ടോപ്പിക്സ് വരാൻ വേണ്ടി പോകുന്നത്. എല്ലാ സൺഡേസിലും നമ്മൾ കറണ്ട് അഫെയർ എന്ത് ചെയ്യും? സിലബസുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയർ റിവൈസ് ചെയ്യും. അതുപോലെ എന്ത് ചെയ്യും? വീക്ക്ലി റിവിഷൻ ചെയ്യും. ഇങ്ങനെയാണ് 4 ഉള്ളത്. സർ ആഴ്ചയിൽ 7 ദിവസമുണ്ട്, ഇപ്പൊ എത്ര ആയിട്ടുള്ളൂ? 5 ദിവസമായിട്ടുള്ളൂ. 4ാമത്തെ ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് എന്താണ്, നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏതാണോ ബാക്കിയുള്ളത് അതെന്ത് ചെയ്യും? അടുത്ത 2 ദിവസങ്ങളിൽ നമ്മൾ പഠിക്കും. കാരണം മൊത്തം ടോപ്പിക്കിൽ ഏതെങ്കിലുമൊക്കെ ബാക്കി വരുമല്ലോ, നമ്മൾ എന്ത് ചെയ്യും? അടുത്ത 2 ദിവസങ്ങളിൽ പഠിക്കും. സൺഡേ റിവൈസ് ചെയ്യും. അതിനോടൊപ്പം കറണ്ട് അഫെയർ, സിലബസുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? പഠിക്കൂ. ഓക്കെ, അങ്ങനെ റാങ്ക് മേക്കിംഗ് സബ്ജക്റ്റിൽ വരുന്ന 1ാം സബ്ജക്റ്റാണ് ഇന്ത്യൻ ഭരണഘടന. 8 മാർക്ക്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? എഴുതും. 8 മാർക്ക് ഉണ്ട്. ഇതിൽ ഏതൊക്കെ ടോപ്പിക്കാ എങ്ങനെയാ പഠിക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്യും? സിലബസിൽ എഴുതും, ടൈം ടേബിളിൽ എഴുതും. ഫോർ എക്സാമ്പിൾ, ഭരണഘടനാ ഭേദഗതി ഉണ്ട്, ഒരു ഫാക്ട് ബേസിൽ പഠിച്ചാൽ മതി. ഓക്കെ, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്, CPI ഒരു ഫാക്ട് ബേസിൽ പഠിച്ചാൽ മതി. ഓക്കെ, പക്ഷെ ഭരണഘടനാ നിർമ്മാണ സമിതി 6 ടൈപ്പിൽ പഠിക്കണം. മൗലിക അവകാശം സ്റ്റേറ്റ്മെന്റ് ലെവലിൽ പഠിക്കണം. മൗലിക കടമ ബേസിക് ആയി പഠിച്ചാൽ മതി. ഗവൺമെന്റ് ഘടകത്തിലെ എല്ലാ കാര്യവും ചെയ്യാൻ പറ്റില്ല, പഠിക്കാൻ പറ്റില്ല. അത് ഏത് പഠിക്കണം നമ്മൾ എന്ത് ചെയ്യും? എഴുതി വെക്കും. ഇത്രയും കാര്യം ഒക്കെ ആണല്ലോ. 8 മാർക്കാണുള്ളത്. നമ്മുടെ റാങ്ക് മേക്കിംഗ് സബ്ജക്റ്റ് ആണ്. 8ലെ 7 മാർക്ക് നമുക്ക് എന്ത് ചെയ്യണം? സ്കോർ ചെയ്യണം. അടുത്തതാണ് എക്കണോമിക്സ്, 5 മാർക്ക്. ഇത് 5 മാർക്കാണെങ്കിലും ഇതിൽ ഒരുപാട് പഠിക്കാനുണ്ട്. ഒരുപാട് സ്റ്റേറ്റ്മെന്റ്സും ഒരുപാട് അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും വരാൻ സാധ്യതയുള്ളതും റാങ്ക് മേക്കിംഗ് വരാൻ സാധ്യതയുള്ള ഭാഗമാണ് എക്കണോമിക്സ്. പോയ എല്ലാ സബ്ജക്റ്റും എന്ത് ചെയ്യുക? പോയ എല്ലാ എക്സാംസിന്റെ PYQസും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എന്ത് ചെയ്യുക? നോക്കുക. 2021 ശേഷമുള്ളത്. അപ്പൊ നമുക്ക് മനസ്സിലാവും എക്കണോമിക്സിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവും. ഓക്കെ, അടുത്താണ് ജീവശാസ്ത്രം, 4 മാർക്ക്. ഇതിൽ മനുഷ്യശരീരമുണ്ട്. മനുഷ്യശരീരം എല്ലാം നമ്മൾ പഠിക്കാൻ നിൽക്കില്ല. മനുഷ്യരെല്ലാം പഠിക്കാനുള്ള സമയമില്ല. ഓക്കെ അല്ലേ? നമ്മൾ പ്രധാനമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് അവിടെ 3 ടോപ്പിക്കാണ്. ഒന്ന് വൈറ്റമിൻസ്, രണ്ടാമത്തെ ഡിസീസസ്, മൂന്നാമത്തെ ഹെൽത്ത്. ഇത് 3 ഒരു ഫാക്ട് ബേസിലാണ് പഠിക്കുക. അവിടെ ഒരു ജീവിതശൈലി രോഗമുണ്ട്, ഇത് മാത്രം നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്റ്റേറ്റ്മെന്റ് ബേസിൽ പഠിക്കും. അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം മൊത്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വിടാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ മനസ്സിലായല്ലോ നമ്മൾ എങ്ങനെ അത് ചെയ്യാൻ പോകുന്നുള്ളത്. ആക്ച്വലി ഇതിനെയാണ് റാങ്ക് മേക്കിംഗ് സബ്ജക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഡേ 2 പഠിക്കുന്ന സബ്ജക്ട് ഏതൊക്കെയാണ് മനസ്സിലായില്ലേ? 1 ഇന്ത്യൻ ഭരണഘടന, 2 ധനതത്വശാസ്ത്രം, എക്കണോമിക്സ്, 3ാമത്തെ ബയോളജി. ഓക്കെ, ഇനിയാണ് അടുത്ത ബാക്കിയുള്ള സബ്ജക്റ്റിൽ ഫിസിക്സിൽ ഒരു 3 മാർക്കിന് വേണ്ടിയിട്ട് ഇതിന്റെ സിലബസ് കണ്ട എന്താണ്? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പഠിക്കാനുണ്ട്, അത്യാവശ്യം പഠിക്കാനുണ്ട്. ഇങ്ങനെ പഠിക്കാൻ 3 മാർക്ക് വേണ്ടി പറ്റില്ല. 70% സിലബസ് നമ്മൾ വിടാം. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നു, 70% സിലബസ് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? വിടാം. ഞാൻ നിങ്ങൾക്ക് ഒരു 7 തൊട്ട് 9 ടോപ്പിക് തരും. ഓക്കെ അല്ലെ? കുറവേ തരുള്ളൂ. അതൊന്ന് 2 മാർക്ക് കിട്ടും. എന്റെ ചോദ്യം, മൊത്തം 3 മാർക്ക് ഉണ്ട്. 2 മാർക്കുള്ള ടോപ്പിക് ഞാൻ 7 തരും. ബാക്കി എല്ലാം പഠിച്ചിട്ട് പോയ 1 മാർക്ക് കിട്ടും. ആ 1 മാർക്ക് വേണം. അത് 2 മാർക്ക് കൊണ്ട് ഹാപ്പി ആയിട്ട് അടുത്തേക്ക് പോകാൻ പറ്റും. ഓരോ സബ്ജക്റ്റിൽ നിന്ന് എത്രയാണോ മാർക്കുള്ളത് അത്രയേ ചോദിക്കൂ. ഓരോ സബ്ജക്റ്റിൽ നിന്നും ഒരു ടോപ്പിക് ഉണ്ടെങ്കിൽ ആ ടോപ്പിക്കിൽ നിന്ന് 1 മാർക്ക് ചോദിക്കൂ. അപ്പൊ ഫിസിക്സിലെ 70% സിലബസ് നമുക്ക് ചെയ്യാൻ പോകുന്നത് വിടാൻ പോകും CPOക്ക്. ഓക്കെ, ഇനിയാണ് കലാ, കായികം, സാഹിത്യം. ഒരു 4 മാർക്ക് ഉണ്ട്. സിലബസ് നോക്കിക്കേ. ഓക്കെ, ഇതെല്ലാം പഠിക്കാനൊന്നും എന്ത് ചെയ്യും? നടക്കൂല. 70% സിലബസ് നമ്മൾ വിടാൻ പോകും. ഓക്കെ, 7, 8, 9 ടോപ്പിക് ഞാൻ തരും. അതിൽ നിന്ന് ഒരു 3 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം? സ്കോർ ചെയ്യാവുന്നതാണ്. ബാക്കി 1 മാർക്കിന് ബാക്കി എല്ലാം എന്ത് ചെയ്യാം? പഠിക്കുക. അപ്പൊ നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ, ആ 1 മാർക്ക് വേണം അല്ലെങ്കിൽ 3 മാർക്ക് വേണം. ഓക്കെ, ആനുകാലിക വിഷയങ്ങൾ 10 മാർക്ക്. അപ്പൊ 10ൽ 8 സ്കോർ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി സിലബസുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് നമ്മൾ എന്ത് ചെയ്യും? തരും. ബാക്കി 2 മാർക്കിന് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കണം. അപ്പൊ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ച് 2 മാർക്ക് വാങ്ങണോ, അതോ അറിയുന്നത് മാത്രം പഠിച്ച് കൃത്യമായിട്ട് കൺഫൈൻഡ് ആയിട്ട് 8 മാർക്ക് വാങ്ങണം എന്ത് ചെയ്യുക? തീരുമാനിക്കുക. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഫൈൻ. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സംഭവമാണ്. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. ഒരു 25 മുതൽ 28 മാർക്ക് വരെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? സ്കോർ ചെയ്യാൻ പോകുന്നത്. സാർ ഇത് എപ്പോഴാ പഠിക്കുക, എപ്പോഴാ സമയം കിട്ടുക?
അതിനല്ലേ അത്രയും ഭാഗങ്ങളും നമ്മൾ എന്ത് ചെയ്തത്, സിലബസ് എല്ലാം കുറച്ച് ടോപ്പിക്സ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നില്ലേ? ഒരു ടൈം ടേബിൾ ഇല്ലേ? ഓക്കെ അല്ലെ? ഓരോ ടോപ്പിക് ആയിട്ടല്ലേ തരുന്നത്. അത് എങ്ങനെ പഠിക്കണം എന്ന് അറിയാലോ. സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഡീറ്റെയിലിൽ പഠിക്കാം, ഫാക്ട് ആണെങ്കിൽ എന്താ ബേസിക് ആയി പഠിക്കാം, ഇതെല്ലാം അറിയാവുന്നതല്ലേ. അപ്പൊ ടൈം മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവോ? ഇല്ല. ചില ടോപ്പിക്സ് അല്ലേ തരുന്നത്, മുഴുവൻ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം പഠിക്കാൻ സമയം കിട്ടിയോ? പ്രാക്ടീസ് ചെയ്യാൻ സമയം കിട്ടിയോ? ഇങ്ങനെയാണ് സമയം കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി സ്പെഷ്യൽ ടോപ്പിക്. ഇതിലാണ് എല്ലാവർക്കും എന്തുള്ളത് പ്രശ്നമുള്ളത്. സ്പെഷ്യൽ ടോപ്പിക് എങ്ങനെ പഠിക്കണം? BNS വന്നിട്ടുണ്ട്. ഓക്കെ, സമ്മതിച്ചു. 20 മാർക്ക്. ആ നമുക്ക് അറിയുന്നതും നമ്മുടെ കയ്യിലുള്ളതുമായ കാര്യങ്ങൾ എന്ത് ചെയ്യാം നോക്കാം. ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 ബേസിക് ആയി പഠിച്ചു തുടങ്ങിയവരാണെങ്കിലും അല്ലെങ്കിൽ എന്താ കുറച്ചു കാലമായിട്ട് പഠിച്ചവരാണെങ്കിലും റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതും അല്ലെങ്കിൽ എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആദ്യമായി പഠിക്കുന്നവരാണെങ്കിൽ ഒരു 2 മാർക്കാണ് വാങ്ങിക്കൂടെ. ഒരു 2F ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്, 11. ഇത്രയല്ല അവർ പറഞ്ഞിട്ടുള്ളൂ പഠിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇൻഫർമേഷൻ ആയിട്ട് മൊത്തം നമ്മൾ പഠിക്കും, അത് വേറെ കാര്യം. കാരണം എന്താ, ഇവിടെ അവർ എന്തെങ്കിലും കൂടായ്പ കാണിക്കുന്നതാണ്. ഒരു 2 മാർക്ക് വാങ്ങാനുള്ള കപ്പാസിറ്റി അവിടെ കിട്ടില്ലേ? ഓക്കെ അല്ലെ? ഇനിയാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്. സാർ ഇത്രയും ഉണ്ട് എന്ന് കൊണ്ട് നോക്കേണ്ട കാര്യമില്ല. സെക്ഷനും അതുമായി ബന്ധപ്പെട്ടുള്ള എന്താ ബേസിക് ആയ കാര്യങ്ങളും ഇത് മാത്രമേ എന്തുള്ളൂ നമുക്ക് നോക്കാനുള്ളൂ. എന്താണ് സെക്ഷൻ, അതുമായി ബന്ധപ്പെട്ട എന്താ ബേസിക് ആയ കാര്യം, ഇതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് നോക്കാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇതിന്നൊരു 2 മാർക്ക് നമുക്ക് സ്കോർ ചെയ്തൂടെ? അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ഓക്കെ അല്ലെ? ഒരു 2 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാൻ പറ്റില്ലേ? പറ്റും. ആ 2 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ 2 എത്ര മാർക്കായി? 4 മാർക്കായി. ഫൈൻ. ഇനി പോക്സോ ആക്ട്. പോക്സോ ആക്ടിന് ഒരു 2 മാർക്ക് ഉണ്ട്. അവർ സെക്ഷൻ തന്നിട്ടുണ്ട് 1, 3, 4, 7, 8, 11, 12, 16, 22, 23. ഇത്രയും സെക്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട് അവർ തന്നിട്ടുണ്ട്. ഇതിന്ന് പഠിച്ചിട്ട് ഒരു 2 മാർക്ക് വാങ്ങാൻ പറ്റില്ലേ? പറ്റും. ഓക്കെ, അപ്പൊ എത്ര മാർക്കാ? 2, 4, 6. ഓക്കെ, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട്, സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1985. എല്ലാവരും പഠിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒരു 2 മാർക്കാണ്. ഇപ്പോൾ തന്നെ ചെറുത് പഠിക്കാനുള്ള കാര്യങ്ങളായില്ലേ? ഓക്കെ, ഇനിയാണ് ടൈം റിക്വയർ ചെയ്യേണ്ട ടോപ്പിക്, സ്പെഷ്യൽ ടോപ്പിക്. ഒന്ന് കേരള പോലീസ് ആക്ട് 2011. ഓക്കെ, 3 മാർക്കാണ് ഉള്ളത്. ഒരുപാട് പഠിക്കാനുണ്ട്. കറക്റ്റ്. പാർട്ട് 3 2 മാർക്ക് ഭാരതീയ സംഗീത അഭിയാനം 2023. ഫൈൻ. ഇനി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് 1 4 മാർക്ക്. ഇതാണ് ഏറ്റവും വലുത്, ഭാരതീയ ന്യായ സംഹിത. ഓക്കെ, ഇവിടെ തൊട്ട് general exceptions, offense against woman and child, offenses affecting the human body, offense against the public tranquility, offenses by or relating to public servants, offense against property. ഇങ്ങനെയൊക്കെ പഠിക്കാനുണ്ട്. ഓക്കെ അല്ലെ? ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ടോപ്പിക്സ് പിക്ക് ചെയ്യും. ലോങ് സിലബസ് ആണ്, എല്ലാം കവർ ചെയ്യാൻ ചിലപ്പോൾ നമ്മൾ നോക്കിയെന്ന് വരില്ല. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, ടോപ്പിക്സ് ഫിക്സ് ചെയ്യും. നമുക്ക് BNS പാർട്ട് 1 പാർട്ട് 2 ആകെ എന്തുണ്ട്, ഒരു 4 മാർക്ക് ഉണ്ട്. ഓക്കെ, അതിൽ നിന്ന് നമ്മൾ അല്ല, ആകെ എത്ര മാർക്ക് ഉണ്ട്? BNS പാർട്ട് 1 പാർട്ട് 2 4, 3, 7 മാർക്ക് ഉണ്ട്. നമ്മൾ 2 മാർക്ക് സ്കോർ ചെയ്തിട്ട് ഒരു 4 മാർക്ക് എന്ത് ചെയ്യും, സ്കോർ ചെയ്യാൻ നോക്കും. ഓക്കെ അല്ലെ? 2 മാർക്ക് ഉണ്ട് പാർട്ട് 3, 1 മാർക്ക് സ്കോർ ചെയ്യാൻ. ഓക്കെ, ബാക്കിയെല്ലാം നമ്മുടെ റിവിഷൻ പാറ്റേണിൽ നമുക്ക് എന്ത് ചെയ്യും, കിട്ടുന്നതായിരിക്കും. ഞാൻ പറയുന്നത് ഇത് മൊത്തമായിട്ട് ആദ്യം തന്നെ ഇത് ഇരുന്നിട്ട് ഈ എന്താ ഈ ഭാരതീയ ന്യായ സംഹിത വന്നിട്ടുണ്ട്, അതെന്ത് ചെയ്യും, അത് ഞാൻ ആദ്യം മൊത്തമായിട്ട് കവർ ചെയ്യും. അത് മൊത്തമായിട്ട് കവർ ചെയ്ത് എനിക്ക് കിട്ടാൻ പോകുന്ന 4 മാർക്ക്. നമുക്ക് വേണ്ടത് 80 മാർക്കാണ്, നമുക്ക് വേണ്ടത് 4 മാർക്കല്ല. അപ്പോൾ ഉടനെ CPO എന്ന് പറഞ്ഞുകൊണ്ട് ഇത് മുഴുവൻ പഠിച്ച് ഞാൻ അരച്ച് കലക്കി കുടിച്ചെന്ത് ചെയ്യും, പോകും എന്ന് വിചാരിക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് അങ്ങനെ വിചാരിക്കരുത്. ഓക്കെ അല്ലെ? CPO ആയതിനു ശേഷം എന്ത് ചെയ്തോളൂ, ജീവിതകാലം മുഴുവൻ ഇത് തന്നെയാണ് നിങ്ങളുടെ കൂടെ വരുന്നത്. എന്ത് ചെയ്യുക, അപ്പൊ സമാധാനത്തിൽ ഇരുന്ന് പഠിക്കാം. ഇപ്പൊ എന്ത് ചെയ്താൽ മതി, എക്സാമിന് ടോപ്പ് ആവുന്നത് പഠിച്ചാൽ മതി. ഇത്രയും മനസ്സിലായോ? അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് ടോപ്പിക്സ് തരും. ഫോർ എക്സാമ്പിൾ, ഓക്കെ, എവിടെ വുമൺ ആൻഡ് ചിൽഡ്രൻ, വുമൺ ആൻഡ് ചൈൽഡ്, ഇതിന്ന് 1 മാർക്ക് ഉറപ്പാണ്. ഒരു എക്സാമിന് 1 മാർക്ക് ഉറപ്പാണ്. അപ്പൊ ഈ ഭാഗം നമ്മൾ എന്ത് ചെയ്യും, ഉറപ്പായിട്ട് പഠിക്കുന്നതായിരിക്കും. അതേപോലെ പബ്ലിക് സർവന്റ്, ഏകദേശം 1 മാർക്ക് ഉറപ്പുള്ള ഭാഗമാണ് പബ്ലിക് സർവന്റ്. ഇത് നമ്മൾ എന്ത് ചെയ്യും, ഇത് കിട്ടുന്നതായിരിക്കും. ഒഫൻസ് അഗൈൻസ്റ്റ് പ്രോപ്പർട്ടി എന്താണ്, 1 മാർക്ക് വരുന്നതാണ്. അത് നമ്മൾ എന്ത് ചെയ്യും, നോക്കുന്നതായിരിക്കും. അപ്പൊ ഏകദേശം 4-ൽ 2-ന്റെ അടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ടോപ്പിക്സ് വരുന്നുണ്ട്. ഇവിടെ ബാക്കി ഇത്രയും വലിയ ടോപ്പിക്സ് ഇല്ലേ? ഓക്കെ അല്ലെ? ഇത് ഇങ്ങനത്തെ കുറെ ജനറൽ എക്സ്പ്രഷൻസും ഇവിടെ ഇങ്ങനെ ടോപ്പിക്സ് ഇല്ലേ? അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സമയത്തിനനുസരിച്ച് ടൈം ടേബിളിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, പഠിക്കും. ഇത്രയും കാര്യം മനസ്സിലായോ? സോ ടൈം ടേബിൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യാം. ഓക്കെ, ഇതിനു വേണ്ടി നിങ്ങളുടെ ഭാഗത്തുനിന്ന് എനിക്ക് ആവശ്യമുള്ള കാര്യം,
പഴയ രീതിയിൽ പഠിക്കുന്ന കാര്യം എന്ത് ചെയ്യുക, വിടുക. ഓക്കെ, ഒരു പാർട്ട് പഠിച്ചതിന് ശേഷം ആദ്യം ഞാൻ ഭാരതീയ ന്യായസംഹിത പഠിക്കും, അല്ലെങ്കിൽ ആദ്യം ഞാൻ പഠിക്കുന്നത് 3 സബ്ജക്റ്റ് ആണ്. ഒന്ന് ജോഗ്രഫി, ഒന്നെന്താ കേരള അഡ്മിനിസ്ട്രേഷൻ, ഒന്ന് ഭാരതീയ ന്യായസംഹിത. അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷമേ ഞാൻ അടുത്തതിലേക്ക് പോകുള്ളൂ. എന്റെ മക്കളെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ, ജോഗ്രഫി 5ഉം കേരള അഡ്മിനിസ്ട്രേഷൻ 3ഉം, എന്താ ഭാരതീയ ന്യായസംഹിത 4ഉം, 4 3 7ഉം 5ഉം 11ഉം 12ഉം മാർക്ക് കിട്ടിയൊന്നും ആയോ? ഇല്ലല്ലോ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഞാൻ ആദ്യം തൊട്ട് അവസാനം വരെ പഠിക്കും. ഗൈഡ് എടുത്തിട്ട് എന്ത് ചെയ്യും, ആദ്യം തൊട്ട് അവസാനം വരെ പഠിക്കും. SC എടുത്ത് ആദ്യം തൊട്ട് അവസാനം വരെ പഠിക്കും. അങ്ങനെയൊക്കെ പഠിക്കുന്നത് ചെയ്ത് വിടുക. ഞാൻ ടോപ്പിക്സ് തരും, അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ആ ടോപ്പിക്സ് കവർ ചെയ്ത് പോവുക. ഓരോ ആഴ്ചയിലും നിങ്ങൾക്ക് എത്ര മാർക്കായി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, PYQ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാവുന്നതാണ്. അതേ ടോപ്പിക്കിൽ എന്ത് വരും, ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവും. അതെല്ലാം PSC എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം, അത് കിട്ടണം. ആ രീതിക്കാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ഒരു ചെറിയ കോഷൻ ഉണ്ട്. കഴിഞ്ഞ 2 വർഷത്തെ പേപ്പർ നോക്കുകയാണെങ്കിൽ CPO എക്സാം എന്ന് പറയുന്നത് ഒരു ഫാക്ട് ബേസ്ഡ് എക്സാമും, WCPO എക്സാം വുമൺ കോൺസ്റ്റബിൾ എക്സാം എന്ന് പറയുന്നത് വുമണുമായിട്ട് ബന്ധപ്പെട്ട എക്സാം എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് എക്സാം ആണ്. ഇപ്പൊ നമുക്ക് CPO ഇങ്ങനെ WCPO എങ്ങനെ അങ്ങനെ തൽക്കാലത്തേക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ആയിരിക്കും. അത് കുറച്ച് എന്താ പറയാ, ഹെക്ടിക്കോ ആണ്, പ്രോബ്ലമാറ്റിക്കോ ആണ്. അതുകൊണ്ട് നമ്മൾ രണ്ടിനും ഒരുമിച്ചാണ് എഴുതുന്നത്. കാരണം PSC എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുക, ഇപ്രാവശ്യം എങ്ങനെ ചോദിക്കും നമുക്ക് അറിയില്ലല്ലോ, വളരെ പ്രോബ്ലമാറ്റിക് അല്ലേ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങളുടെ 1ാമത്തെ വീക്ക് ടൈം ടേബിൾ ഞാൻ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡേ 1, ഓക്കെ, മാർത്താണ്ഡവർമ്മയും റീജിയൻ ഭരണാധികാരികളും കോർ സബ്ജക്ട് ഉള്ളതല്ലേ? അതെ. സ്റ്റേറ്റ്മെന്റ് ആണോ? ഡീറ്റെയിലിൽ പഠിക്കണം. ഞാൻ മൊത്തം തിരുവിതാംകൂർ പഠിക്കാൻ പറ്റില്ലേ, റീജിയൻ ഭരണാധികാരികളും മാർത്താണ്ഡവർമ്മയാണ് പഠിക്കാൻ പറ്റുന്നത്. ഇന്ത്യൻ ഹിസ്റ്ററി ഞാൻ എടുത്തിരിക്കുന്നത് സംസ്ഥാന പുനഃസംഘടനയാണ്, സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ജോഗ്രഫി ഞാൻ എടുത്തിരിക്കുന്നത് ധാതുക്കളും അയിരുകളും ദേശീയ ജലപാതകളാണ്, ഫാക്ട് ആണ് എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെയാണ്, ബേസിക് ആയ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ഭരണഘടനാ അസംബ്ലി എഴുതിയിട്ടുണ്ട്, ഓൾ 6 ടൈപ്പ് ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്. അതിനർത്ഥം എന്താ, വളരെ ഡീറ്റെയിൽഡ് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. ഡേ 2, കേരളത്തിലെ സാമൂഹ്യ പരിപാടികൾ. ഓക്കെ, അതിന്റെ സോഴ്സ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, കേരള ഗവൺമെന്റ് വെബ്സൈറ്റ്സ് ആണ്. അത് എന്ത് ചെയ്യണം, ഫാക്ട് ആണ് പഠിക്കേണ്ടത്, ബേസിക് ആയ കാര്യം പഠിക്കാൻ മതി. 2ാമത്തെ ഹരിത വിപ്ലവം, ഓൾ 6 ടൈപ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം, ഡീറ്റെയിൽഡ് ആയിട്ട് ആപ്ലിക്കേഷൻ ലെവലിൽ പഠിക്കേണ്ട ഒരു ടോപ്പിക് ആണ്. അടുത്ത് കേരളത്തിലെ ആരോഗ്യ പരിപാടികൾ, ബയോളജി എന്ന് വരുന്ന 1 മാർക്കാണ്, ഫാക്ട് ആണ്. കേരള ഗവൺമെന്റ് വെബ്സൈറ്റുമായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, സോഴ്സ് ആയിട്ട് എടുക്കേണ്ടത്. ജീവിതശൈലി രോഗങ്ങൾ, ബയോളജി എന്നുള്ളതാണ്, ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലെ? 2 ഒരു മാത്സിലെയും ഒരു റീസണിംഗിലെയും ടോപ്പിക് എടുത്തിട്ടുണ്ട്, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, നമ്പർ ആൻഡ് ലെറ്റർ സീരീസ്. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് SCERT PYQs ആണ്. ഡേ 3 ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ട്, ആർട്ടിക്കിൾസ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. SCERT PYQ എന്നാണ് ഇതെല്ലാം നോക്കേണ്ടത്. മലയാളത്തിൽ നിന്ന് പദശുദ്ധിയും വാക്യശുദ്ധിയും ഉണ്ട്. അക്വാറിജി ഉണ്ട്, കെമിസ്ട്രി എന്ന് ഫാക്ട് ആണ്. ഗുരുത്വാകർഷണ ബലം ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് ആണ്. വയലാർ അവാർഡ് നേടിയ എഴുത്തുകാരും അവരുടെ പുസ്തകങ്ങളും തൂലികാനാമങ്ങളും, ഇത് എവിടെ നിന്നുണ്ട്, ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ നിന്നുണ്ട്. ഫാക്ട് ബേസിലാണ് പഠിക്കേണ്ടത്. ചെറിയ 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 ടോപ്പിക്സ് ആണ് തന്നിരിക്കുന്നത്. ഡേ 4 നമ്മൾ സ്പെഷ്യൽ ടോപ്പിക് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഒന്ന്, ഇൻഫർമേഷൻ ആക്ട് നമ്മൾ പഠിക്കും. സാർ, ഞാൻ ഇൻഫർമേഷൻ ആക്ട് ഞാൻ അരച്ച് കളക്കി കുടിച്ച ആളാണ്, സമ്മതിച്ചു. എന്നാൽ എന്ത് ചെയ്യുക, എല്ലാം പഠിക്കുക, ഇൻക്ലൂഡിങ് കമ്മീഷൻ. ഓക്കെ. 2, IT ആക്ടിലെ സെക്ഷൻ 43, 43A, 65, 66, 66 ABCDEF. ഓക്കെ. നാർക്കോട്ടിക്സ് ഡ്രഗ് ആക്ട് 1985 ചാപ്റ്റർ 1ഉം ചാപ്റ്റർ 5A. ഓക്കെ. ഫോർഫീച്ചർ ഓഫ് ഇല്ലീഗൽ അക്വയർഡ് പ്രോപ്പർട്ടി, സെക്ഷൻ 68, സീഷർ ഓഫ് ഫ്രീസിംഗ് ഓഫ് ഇല്ലീഗൽ അക്വയർഡ് പ്രോപ്പർട്ടി. ഇത്രയും ഞാൻ ഈ ആഴ്ച പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഡിമൈനിങ് ഡേയ്സിൽ എന്തൊക്കെ പെൻഡിങ് ഉണ്ടോ അതെന്ത് ചെയ്യുക, കൊടുക്കാം. ഓക്കെ. ഇപ്പൊ ഇവിടെ നല്ല നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ പോവാണ്. ഹരിത വിപ്ലവം ഉറപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എത്ര 1 മാർക്ക് വരും. ആർട്ടിക്കിൾസ് വരും, ക്വസ്റ്റ്യൻ ടാഗ് വരും, പദശുദ്ധി വരും. അക്വാറിജി എന്താണ്, കെമിസ്ട്രി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗുരുത്വാകർഷണ ബലം എവിടെ നിന്നാ, ഫിസിക്സ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ ഒന്നുണ്ടാവും, വയലാർ അവാർഡ് നേടിയ 1 മാർക്ക് ഉണ്ടാവും. ഇങ്ങനെ 1 മാർക്ക് വാങ്ങിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, 80ലേക്ക് എത്തുക. അല്ലാതെ ഒരു ടോപ്പിക് പഠിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 80ലേക്ക് എത്താൻ പറ്റില്ല. ഒരു സബ്ജക്ട് പഠിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 80ലേക്ക് എത്താൻ പറ്റില്ല. ഈ കൺസെപ്റ്റ് എപ്പോ മനസ്സിലാവുന്നു അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, PSC പെട്ടെന്ന് ക്ലിയർ ചെയ്യും. ഓക്കെ. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് പതുക്കെ ക്ലിയർ ചെയ്യുന്നതാണ്. 4 or 5 വർഷം ഇരുന്നിട്ടോ, അല്ലെങ്കിൽ പതുക്കെ കഷ്ടപ്പെട്ട് എല്ലാം പഠിച്ചിരുന്നിട്ടോ, ഒരുപാട് കാലം ഇരുന്നിട്ടോ ക്ലിയർ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് ക്ലിയർ ചെയ്യണം. നിങ്ങൾക്ക് ഏതാ വേണ്ടത്? പെട്ടെന്ന് ക്ലിയർ ചെയ്യണോ, ഒരുപാട് കാലത്ത് ക്ലിയർ ചെയ്യണോ?
പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പോലെ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ @കിരൺ സ്റ്റഡി സർക്കിൾ എന്ന് പറയുന്ന ആ ടെലഗ്രാം ചാനലിൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽസും വരാൻ പോകുന്ന ടൈം ടേബിളും CPOയുടെ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സസ് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഇടുന്നതായിരിക്കും. ഓക്കെ, അതെന്ത് ചെയ്യുക, ഫോളോ ചെയ്യാം. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ആസ് യൂഷ്വൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചോദിക്കുക. ഓൾവേസ് ഫ്രീ ടു ആസ്ക്. നിങ്ങൾ ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ട്, വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ കണ്ടതിന് ശേഷം ഡൗട്ട് കൂടി ചോദിക്കുമ്പോഴാണ് നിങ്ങൾ ക്ലിയർ ആയി എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക, ഡൗട്ട് ചോദിക്കുക. ഓക്കെ, നേരിട്ട് ഗ്രൂപ്പിൽ ഇടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അധികം പേരും പേഴ്സണൽ ആയിട്ടാണ് ചോദിക്കുന്നത്. പേഴ്സണൽ ആയിട്ട് എന്ത് ചെയ്യാവുന്നതാണ്, ചോദിക്കാവുന്നതാണ്. നോ പ്രോബ്ലം. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായി പഠിക്കുക. ഇപ്രാവശ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം, CPO എക്സാം ക്ലിയർ ചെയ്യണം. ക്ലിയർ ചെയ്ത് ടോപ്പ് ആവണം. ഓക്കെ, എന്തുകൊണ്ടാണ് ടോപ്പ് ആവേണ്ടത്? ടോപ്പ് ആവേണ്ട കാര്യം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന വേക്കൻസി എന്തായിരിക്കും, കുറവായിരിക്കും. ഇനിയിപ്പോ ഒരു CPO വന്നിട്ടുണ്ടല്ലോ, ഉണ്ട്. ഓക്കെ അല്ലെ? അപ്പൊ അവരൊക്കെ പോയി സമരം ചെയ്തിട്ടല്ലേ ഇനി അടുത്ത ആൾക്ക് വരുള്ളൂ. അതെ, അതുകൊണ്ടാണ് മിഷൻ 80 നമ്മളെ ഇട്ടിരിക്കുന്നത്. ഓക്കെ അല്ലെ? ഫൈൻ. 80 മുകളിൽ വാങ്ങാന്നുള്ള ലക്ഷ്യം. ബേസിക് എന്താ, 80. ടോപ്പ് ആവാന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ഓക്കെ, അപ്പോ എല്ലാവർക്കും സ്ട്രാറ്റജി എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് പ്രകാരം ഓരോ വീക്കിലും നമ്മൾ തരുന്ന എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചോദിക്കുക. അപ്പൊ ഇതുപോലെ അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.